പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ധനവാൻ സ്വർഗം പൂകുന്നതു ബഹുകഠിനം തന്നെ എന്നവനോദിയ വാക്കിൽ ശിഷ്യർ വിസ്മയമാർന്നു. ലോകത്തിൻ സമ്പാദ്യം സകലം ദാനം ചെയ്കിൽ സ്വർഗത്തിൽ അവകാശം ലഭ്യം എന്നവനരുളി. സുന്ദരഗോപുര നടയിൽ പത്രോസ് യോഹന്നാനും തളർവാദത്താൽ കേഴുന്നവനോടോദിയ വാക്യം, സ്വർണം വെള്ളി ഇവയില്ലെന്നാൽ ജീവൻ നൽകും. ദൈവത്തിൻ തിരുനാമത്തിൻ സൗഖ്യം പ്രാപിക്കാം. ലോകത്തെയും അതിമോഹങ്ങൾ സർവത്തെയും വിട്ടോരാ ശിഷ്യർക്കരുളി. സ്വർഗേ ഉന്നത പീഠം തിരുഹിതമതുപോൽ ജീവിപ്പാൻ കൃപയേകീടേണമേ. ദൈവിക രാജ്യേ ഞങ്ങളും അവകാശം നേടിയിടാൻ. സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ ഒരു ആരാധനയിലെ പാട്ടാണ്. ഈണമൊക്കെ അറിഞ്ഞുകൂടാ. സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ സ്വർണം പള്ളിക്ക് വേണം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർണമില്ലാത്ത ഒരു വെള്ളിയാഴ്ചയാണ് സ്വർണ്ണ വെള്ളിയായി സഭ ആചരിക്കുന്നത്. സഭയുടെ പാരമ്പര്യം വിശ്വാസവും അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അഭിഷേകം ചെയ്തതിനു ശേഷം, അതായത് ഞായറാഴ്ച അതിനുശേഷമുള്ള വെള്ളിയാഴ്ചയിൽ പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും പതിവ് പോലെ ദേവാലയത്തിലേക്ക് യാമപ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ ദേവാലയത്തിന് ഒരുപാട് വാതിലുകൾ അല്ലെങ്കിൽ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നതിൽ സുന്ദരം എന്ന വാതിലിൻ്റെ വെളിയിൽ ഭിക്ഷ യാചിക്കുന്നവനായി ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ശ്ലീഹന്മാരോട് ഭിക്ഷ യാചിച്ചു. അപ്പോൾ ശ്ലീഹന്മാർ അവനോട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഇന്ന് പലരും ക്രിസ്തുവിനെ മാറ്റി നിർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി എന്നാണ് പറയാറ്. എന്നാൽ അവരുടെ ഹൃദയങ്ങളെ തുറന്ന് അവരുടെ ഹൃദയങ്ങളിൽ പതിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, നസ്രായനായ യേശു ക്രിസ്തു എന്ന് പറയുവാൻ അവരുടെ നാവുകൾക്കാകട്ടെ. ഈ സ്വർണ്ണ വെള്ളിയാഴ്ച പ്രാധാന്യമായി എടുക്കുവാനുള്ള കാരണം പെന്തക്കോസ്തിക്ക് ശേഷം ആദ്യത്തെ അത്ഭുതം ശ്ലീഹന്മാരാൽ സംഭവിച്ച ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും കൂടി പോയതിനെ സഭ വ്യാഖ്യാനിക്കുന്നത് മൂത്തവരുടെയും ഇളവരുടെയും പ്രതിനിധികൾ എന്നാണ്. രക്തസാക്ഷികളുടെ സഭ എന്നാണ് സുറിയാനി സഭയെപ്പറ്റി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് സമ്പന്നരുടെ സഭയെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പെന്തക്കോസ്തിക്ക് ശേഷം ശ്ലീഹന്മാർ എന്താണ് ചെയ്തിരുന്നത് എന്ന് സഭയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം AD 37 അന്ത്യോക്യയിൽ പത്രോസ് ശ്ലീഹ സ്ഥാപിച്ച സിംഹാസനത്തിന് കീഴിൽ നിൽക്കുന്ന സഭ ഏറ്റവും അധികം പീഡകൾ അനുഭവിച്ച, കഷ്ടം അനുഭവിച്ച, ഏറ്റവും അധികം അംഗബലം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സഭയാണ്. പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ഓരോ ദിവസവും എന്ന് വെച്ചാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ആദിമസഭയുടെ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ സംഭവിച്ചത് സഭാപാരമ്പര്യം വ്യക്തമായി പറയുന്നു. മൂറോൻ കൂദാശ ചെയ്യുന്നു, തബലീത്ത പലക വിശുദ്ധീകരിക്കുന്നു, പരിശുദ്ധ മാതാവിന് യോഹന്നാൻ ശ്ലീഹ മാമോദീസ കൊടുക്കുന്നു.
യാക്കോബ് ശ്ലീഹ വിശുദ്ധ കുർബാനയ്ക്കുള്ള തക്സ ക്രമപ്പെടുത്തുന്നു. ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഇതാണ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള സഭയുടെ പാരമ്പര്യം. ഇവിടെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പട്ടക്കാരെ വാഴിക്കുന്നുണ്ട്. അങ്ങനെ പട്ടക്കാരെ വാഴിക്കുമ്പോൾ അവർ ആദ്യമായി വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഈ യാക്കോബിന് തക്സ വേണം ചൊല്ലാൻ എന്ന നിബന്ധനയാണ് നമ്മുടെ സഭയിലുള്ളത്. അല്ലാതെ ഒരു തക്സയിലെയും ആരാധന ഉണ്ടാകാൻ പാടില്ലെന്നാണ് സഭ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് സഭയുടെ പാരമ്പര്യം. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള സഭയുടെ പാരമ്പര്യം. അതിനുശേഷമാണ് ആദ്യത്തെ സ്ലീഹന്മാരുടെ അത്ഭുതമായ ജന്മനാ മുടന്തനെ സൗഖ്യമാക്കുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഒവ്വാറ ആഴ്ചയിലെ വെള്ളിയാഴ്ച, കർത്താവ് ഈശോ മിശിഹായുടെ ക്രൂശീകരണത്തിന്റെ വലിയ വെള്ളിയാഴ്ച. ഇതാണ് സഭയുടെ പാരമ്പര്യം. സഭയുടെ പാരമ്പര്യത്തെ പുലുകി സഭയെ നിലനിർത്താനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.